ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മട്ടൺ റൈസാണ്. അടിപൊളി ടേസ്റ്റാണ്, മസ്റ്റ് ട്രൈ ഐറ്റമാണ്. ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കിയാലാണ് അതിൻ്റെ ടേസ്റ്റ് അറിയുള്ളൂ കേട്ടോ. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വേണ്ടത് നല്ല ക്ലീൻ ചെയ്ത ഒരു മട്ടൻ്റെ തലയാണ്. പിന്നെ നമുക്ക് പച്ചമുളക് വേണം, വെളുത്തുള്ളി വേണം, ഇഞ്ചി വേണം, പിന്നെ ചുമന്നുള്ളി കുറച്ചധികം വേണം കേട്ടോ. ഇനി നമ്മൾക്ക് വേണ്ടത് വലിയ ജീരകമാണ്, പിന്നെ ചെറിയ ജീരകം വേണം. ഇനി ഇതൊക്കെ കൂടിയിട്ടൊന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കുക. ക്രഷ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ നല്ലോണം അരയാനും പാടില്ല, എന്നാൽ തീരെ അരയാതിരിക്കാനും പാടില്ല കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് നട്ട്സ് വേണം, കറിവേപ്പില വേണം, സവോള വേണം, ഈ നെയ്യ് വേണം, വെളിച്ചെണ്ണ വേണം, ചൂടുവെള്ളം വേണം കേട്ടോ. ചട്ടി ചൂടാവുമ്പോൾ നെയ്യ് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ അതിൻ്റെ മേലേക്ക് കുറച്ചധികം വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം, കാരണം നമുക്ക് വെളിച്ചെണ്ണ കുറച്ചധികം വേണം. പിന്നെ നമുക്ക് നന്നായി നൈസായിട്ട് കട്ട് ചെയ്തിട്ടുള്ള സവാള ഇട്ടിട്ട് ഇങ്ങനെ വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ അത് വറന്ന് വരുമ്പോഴത്തേനും നമുക്ക് മല്ലിച്ചപ്പും പുതിനൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് അരിഞ്ഞ് സെറ്റാക്കി വെക്കാം. പിന്നെ ഇതൊന്ന് ഗോൾഡൻ കളർ ആവുന്ന വരെ ഒന്നിങ്ങനെ മൊരിയിച്ചെടുക്കാം കേട്ടോ. അത് മൊരിയുമ്പോഴത്തേന് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുക്കാം. ആദ്യം വേണ്ടത് നമുക്ക് ഉലുവ, കുരുമുളക് പൊടി, മഞ്ഞൾ പൊടി, ഉപ്പ്, പിന്നെ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ തയ്യാറാക്കുന്ന ഗരം മസാലപ്പൊടി, പിന്നെ മല്ലിപ്പൊടി, ഇതൊക്കെ എടുത്ത് സെറ്റാക്കി വെക്കാം കേട്ടോ. അപ്പോഴത്തേനും ഇത് ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ്, ബദാം, പിന്നെ കിസ്മിസ് ഒക്കെ ഇട്ടിട്ടൊന്ന് മുരിച്ചെടുക്കുക. അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ നെടുക്കെ പിളർന്നിട്ടുള്ള പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതൊന്ന് മൊരിയുന്നത് വരെ ഒന്ന് ഇളക്കിയിട്ട് വാങ്ങി വെക്കുക. അതിലേക്ക് മല്ലിച്ചപ്പും പുതിന അരിഞ്ഞ് വെച്ചിട്ടില്ലേ, അതും കൂടെ ഇട്ടിട്ടൊന്ന് ഇങ്ങനെ കുഴച്ചെടുത്തിട്ട് അത് മാറ്റി വെക്കാം കേട്ടോ. ആരും കാണണ്ട. ആരെങ്കിലും കണ്ടാൽ പിന്നെ അത് തിന്ന് തീർക്കും. പിന്നെ നമുക്ക് ഗാർണിഷ് ചെയ്യാനൊന്നും കിട്ടില്ല. അപ്പോൾ അത് എവിടെ കിട്ടാത്ത സ്ഥലത്ത് അങ്ങോട്ട് വെച്ച് വയ്ക്കാം. അപ്പോൾ ആ ഭാഗം ഫിനിഷ്ഡ്. നെക്സ്റ്റ് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഉലുവ പൊട്ടിക്കുക. ശേഷം ചതച്ച് വെച്ചിട്ടുള്ള ആ ഒരു കൂട്ടില്ലേ, അതിട്ടിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. അത് നന്നായിട്ടൊരു കളർ ചേഞ്ച് ആകുമ്പോൾ നമുക്കതിലേക്ക് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇതൊക്കെ ആവശ്യത്തിനുള്ള, ഞാൻ 2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, 4 സ്പൂണ് മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് കുരുമുളക് പൊടിയാണ്, അത് എരിവ് എത്ര വേണോ അതിനനുസരിച്ചിട്ട് കയറ്റിയിടണം. പിന്നെ അതൊന്ന് ഇങ്ങനെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ ഇതിലേക്ക് നമ്മൾ പിന്നെ ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത്. പിന്നെ ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതിൽ ഇങ്ങനെ മൊരിഞ്ഞിരിക്കുന്ന ഭാഗങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ അങ്ങോട്ട് സെറ്റായിട്ട് വരും. ഇപ്പോൾ ഒന്ന് ഉപ്പും കാര്യങ്ങളൊക്കെ നോക്കുക, മുളകൊക്കെ കറക്റ്റല്ലേ നോക്കുക, എന്നിട്ട് അടച്ചു വെക്കുക. ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആ സമയത്ത് ആഡ് ചെയ്യാം കേട്ടോ. നന്നായി തിളച്ച് വന്നാൽ നമുക്കിപ്പോൾ ഏകദേശം ആ കറിയുടെ ഒരു ഇത് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അതിലേക്ക് വീണ്ടും വെള്ളം കുറച്ചധികം ഒഴിച്ചു കൊടുക്കുക, കാരണം നമുക്ക് ഇനി മട്ടൻ്റെ തല അതിലേക്കിട്ട് വേവിക്കേണ്ടതാണ്. അപ്പോൾ ഇത് ഇനി അതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ അത് മുങ്ങാൻ പാകത്തിന്, നേരത്തോടെ മുങ്ങാൻ പാകത്തിന് വെള്ളം വെക്കുന്നത് നല്ലത്. എന്നിട്ട് അത് ഒരു സൈഡ് അങ്ങനെ വേവട്ടെ. പിന്നെ നമ്മൾക്ക് വേണ്ടത് അറബിക് മിക്സ് മസാല. അത് ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ കണ്ടപ്പോൾ മേടിച്ചതാണ്. അപ്പോൾ ഇത് ഒന്നും ഇതിലിട്ട് നോക്കാം, അത്രേ ഉള്ളൂ. എങ്ങനെയുണ്ട് നോക്കാം. വലിയ മണവും കാര്യങ്ങളൊന്നും കാര്യമായിട്ടില്ല, നമ്മുടെ കറി മസാലക്കൊന്നും ഒക്കൂല കേട്ടോ. എന്നാലും ഞാനതൊന്ന് ഇട്ട് നോക്കി, അതിൻ്റെ ആ ഒരു ഫ്ലേവർ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. എനിക്ക് വലിയ നല്ലതായിട്ടൊന്നും തോന്നിയില്ല. പിന്നെ അത് നമ്മൾ തിരിച്ചു മറിച്ചിട്ടിട്ട് ഇങ്ങനെ വേവിച്ചെടുക്കുക. കുറേ ടൈം എടുക്കും. നിങ്ങൾക്ക് കുക്കറിലിട്ടിട്ടൊക്കെ വേവിക്കാനൊക്കെ തോന്നും, പക്ഷേ അത്ര ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. പിന്നെ ഇങ്ങനെ അതൊന്ന് അധികം വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ലെമണും കൂടി ആ വെള്ളത്തിലേക്ക് പിഴിഞ്ഞെടുക്കുക. മട്ടൻ്റെ മേലെ ഒഴിക്കരുത്, അല്ലെങ്കിൽ അത് ചില ഭാഗത്ത് മാത്രം പുളി പിടിക്കും.
അപ്പോൾ ആ വെള്ളത്തിലേക്ക് ചെറുനാരങ്ങ പിഴിഞ്ഞ് കൊടുത്തിട്ട് നന്നായിട്ട് ആ വെള്ളത്തിൽ കിടന്നിട്ട് അതിനെങ്ങനെ തിരിച്ചു മറിച്ചിട്ടിട്ട് വേവിക്കുക. നിങ്ങളുടെ വീട്ടിൽ കുറച്ചും കൂടി വലിയ പാത്രം ഉണ്ടെങ്കിൽ ഗ്യാസൊക്കെ ഒന്ന് ലാഭിക്കാം കേട്ടോ. ഇനി വിറകടുപ്പത്താണ് ഉണ്ടാക്കണമെങ്കിൽ കുറച്ചും കൂടി ഉഷാറാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി നമ്മളെ വീട്ടിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഗരം മസാല പൊടിയും കൂടി ഇട്ടിട്ട് അടച്ചു വെക്കുക. ഞാൻ എൻ്റെ ആ പാത്രത്തിൽ കൊള്ളുന്നില്ല, അതൊരു കുറേ ടൈം എടുക്കണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, തെടുമുള കയ്യിൽ നിന്ന് ഒരു പാത്രം മേടിച്ചു. എന്നിട്ട് അതിലാണ് ഇനി ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ പോലെ കുറച്ച് ഗരം മസാലയുടെ സാധനങ്ങളില്ലേ, ഒരു പട്ട ഗ്രാമ്പൂ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് നെയ്യിലിട്ടിട്ടൊന്ന് ഒന്നിങ്ങനെ വറുത്തെടുത്തിട്ട് അതിലേക്ക് ആ മട്ടൻ്റെ തല ഇങ്ങോട്ട് ആഡ് ചെയ്യട്ടോ. എന്നിട്ട് ആ വെള്ളം കൂടി അതിൽ ഒഴിച്ച് കൊടുക്കുക. ഇത് ജസ്റ്റ് അങ്ങോട്ട് തിരിച്ചിടുമ്പോൾ ആ ഒരു ഫ്ലേവർ അതിലേക്ക് പിടിക്കും. അപ്പോൾ പാത്രം മാറ്റി എന്നുള്ളൊരു ഫീൽ ഉണ്ടാവില്ല. അതിൽ മുങ്ങാൻ പാകത്തിൻ്റെ വെള്ളം വെച്ച് കണ്ട ഇതിപ്പോൾ നന്നായി മുങ്ങി കിടക്കുന്നുണ്ട്. ഇനി നമ്മൾക്ക് തോന്നുക ആ ഒരു സെറ്റിൽ നിങ്ങൾ അവസാനിപ്പിക്കുകയാണെങ്കിൽ നമുക്കത് വെറുതെ കഴിക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ റൈസ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ ആ വെള്ളം വെച്ചതിന് പുറമെ ഈ ചെറുനാരങ്ങയുടെ തൊണ്ടില്ലേ അതിട്ട് കൊടുത്തു. ഇനി കുറച്ച് മഷ്റൂം അരിഞ്ഞിട്ട് തിളപ്പിച്ച് ഊറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. ചോറുണ്ടാക്കുമ്പോൾ അതൊക്കെ ഇടുകയാണെങ്കിൽ കുറച്ചും കൂടി ഒരു റിച്ച് ആയിട്ട് തോന്നും. അപ്പോൾ തക്കാളി ഇങ്ങനെ റൗണ്ടനെ കട്ട് ചെയ്തിട്ട് അതിട്ട് കൊടുക്കുക. ഇത് റൈസ് വെക്കുമ്പോൾ മാത്രം ചെയ്താൽ മതി, അതല്ലെങ്കിൽ നമുക്ക് വെറുതെ ആ മട്ടൻ കഴിക്കാം കേട്ടോ. പിന്നെ അതിന് മേലെ മല്ലിച്ചപ്പ് പുതിന ഇട്ട് കൊടുക്കുക. മഷ്റൂമും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് എല്ലാ ഫ്ലേവറും ആ വെള്ളത്തിലേക്ക് ഇറങ്ങണ വരെ അവിടെ വെക്കുക കേട്ടോ. എന്നിട്ട് നന്നായി ഇങ്ങനെ തിളച്ച് വരുമ്പോൾ ആ മട്ടൻ്റെ തല അങ്ങോട്ട് മാറ്റി വെക്കുക. ഇപ്പോൾ ആ മട്ടൻ്റെ എല്ലാ ടേസ്റ്റും ആ വെള്ളത്തിലുണ്ടാവും. ശേഷം നല്ല അരി സെലക്ട് ചെയ്തിട്ട് അതിലിട്ട് കൊടുക്കുക. ഇത് നല്ലോണം എക്സ്പീരിയൻസ് ആയിട്ട് ചെയ്താൽ മതി. കാരണം വെള്ളം അളന്നിട്ടല്ല വെക്കുന്നത്, ഒരു കണക്കിലാണ് ഉണ്ടാക്കുന്നത്. കാരണം ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ നന്നായിട്ട് ഇനിയിപ്പോൾ അറിയാത്ത ആൾക്കാരാണെങ്കിൽ ഒരു മുതിർന്ന ഒരാളുടെ ഒരു സഹായത്തോട് കൂടിയിട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുക കേട്ടോ. എന്നിട്ട് ഇതിങ്ങനെ ഇളക്കി കൊടുക്കുക. ആ വെള്ളം വറ്റണോട് കൂടിയിട്ട് അതിലേക്ക് ഇങ്ങനെ അതിങ്ങനെ ഒരു തവി വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ ഒരു സ്റ്റേജിലാവുമ്പോൾ റൈസ് ഈ ഒരു സ്റ്റേജിലായി വരുമ്പോൾ നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അതിൻ്റെ മേലേക്ക് നെയ്യ് ഒഴിച്ചതിന് ശേഷം ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുക. മറ്റേ ഈ അറബിക് മസാല അല്ലേ അതും കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആ ചോറൊന്നും കൂടി ഒന്ന് ഇളക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വാങ്ങി വെക്കുക. എന്നിട്ട് ഈ മട്ടൻ്റെ തല അതിൻ്റെ മേലെ വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ നേരത്തെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇങ്ങനെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് അതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് വേണമെങ്കിൽ കുങ്കുമപ്പൂവ് ചൂടുവെള്ളത്തിലിട്ട് വെക്കുകയാണെങ്കിൽ അത് അതിൻ്റെ മേലെ ഒന്നിങ്ങനെ തളിച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ആദ്യം നമ്മൾ മറ്റേ അറബിക് മസാല ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ഗരം മസാല കൂടെ അതിൻ്റെ മേലേക്ക് ഇങ്ങോട്ട് തൂവി കൊടുത്തിട്ട് അങ്ങോട്ട് അടച്ച് വെക്കുക. ജസ്റ്റ് ഒന്ന് റൈസിലൊന്ന് ഈ ഇതൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. നന്നായി ഒരു 10 മിനിറ്റ് അങ്ങനെ അടച്ചിരിക്കട്ടെ. നല്ലോണം ചെറുതാക്കി തീ വെച്ച് കൊടുക്കുക. അത് ചൂടായി കഴിഞ്ഞാൽ സിം ഓഫ് ചെയ്യട്ടോ. എന്നിട്ടൊന്ന് തുറന്നാലൊരു നല്ലൊരു മണം ഇങ്ങോട്ട് വരുവേ. നല്ല മണം എന്ന് പറഞ്ഞാൽ ഒരു മാതിരി മണം ഇങ്ങോട്ട് വരും. ഒരു ഭയങ്കര കൊതി പിടിപ്പിക്കും വെള്ളം. അപ്പോൾ നമ്മളതൊന്നും എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഭയങ്കര ടേസ്റ്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഉമ്മാടെ അടുത്തേക്ക് പോവാം, ശിനുട്ടിയുടെയും തടുവിനൊക്കെ എടുത്ത് പോയിട്ട് അവിടെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് പോയി. അവിടെ പോയിട്ട് നമ്മളൊരു തളികയിൽ അതങ്ങോട്ട് വിളമ്പി അതങ്ങോട്ട് കഴിച്ചപ്പോണ്ടല്ലോ, ഞാൻ കുങ്കുമപ്പൂവ് ആഡ് ചെയ്തുകൊണ്ട് തന്നെ ഫസ്റ്റ് തന്നെ ആ കുങ്കുമപ്പൂവിൻ്റെ ഫ്ലേവറാണ് തുറന്നപ്പോൾ ഇങ്ങോട്ട് വന്നിട്ടോ. ഒരുപാട് ടൈം എടുത്തിട്ടുണ്ട് ഉണ്ടാക്കാൻ. നല്ല ക്ഷമയും ടൈമും ഉള്ളവർ മാത്രം ട്രൈ ചെയ്തോളൂ. ഒരു വല്ലാത്തൊരു ടേസ്റ്റാണ്. വല്ലാത്ത ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ടേസ്റ്റ്. അടിപൊളിയായിരുന്നു. എല്ലാവരും കൂടി ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ചുറ്റോറെ ഇരുന്നിട്ട് അടിപൊളിയായിട്ട് ആ ഫുഡ് അങ്ങോട്ട് കഴിച്ചു. സൂപ്പറായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മട്ടൻ ഇങ്ങനെ അങ്ങോട്ട് പൊളിച്ചെടുത്തിട്ട് ഇങ്ങോട്ട് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ, വാ സൂപ്പർ ടേസ്റ്റ്. ആഹാ, നമ്മളിങ്ങനെ നല്ല ചൂടുണ്ട് ഇതിങ്ങനെ കഴിച്ചു. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും
മറക്കുകയും ചെയ്യരുത് കേട്ടോ. അപ്പം അത്രേ ഉള്ളൂ. ബൈ ബൈ.